ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്, പൊട്ടറ്റോ ബോണ്ട. അപ്പോൾ നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്, പിന്നെ കുറച്ച് കറിവേപ്പിന്റെ ഇലയും തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പൊ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പൊ ഈ പച്ചമുളകിന്റെ ഇഞ്ചിയുടെ ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. മല്ലിയില ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പൊ അതിലേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഞാനിപ്പോ ഉപ്പ് ചേർത്തത്. അപ്പൊ ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ്. ഞാനൊരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ്. അപ്പോൾ കുക്കറിൽ ഒരു 4-5 വിസിൽ വേവിച്ചതിന് ശേഷം അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചെടുത്തതാണിത്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയും പൊട്ടറ്റോയും ഒക്കെ നന്നായി ഒന്ന് മിക്സായി വരണം. അപ്പൊ ഇത് നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുന്നത് കാരണം ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പൊ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇത് ഉരുട്ടിയെടുക്കാനൊക്കെ വളരെ ഈസി ആവും. അപ്പൊ ഇതിവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം അത് ബോണ്ടയാക്കി മാറ്റാന്. അപ്പൊ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, ഒരു പിഞ്ച് കായപ്പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ അതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കടലമാവ് എടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം മതിയാകും. അപ്പൊ നല്ലൊരു കൺസിസ്റ്റൻസി ആയി നമ്മുടെ മാവ് കിട്ടും. അപ്പൊ നമുക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടയൊക്കെ കെട്ടാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ മസാല ബോണ്ട ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോണ്ടയുടെ ഷേപ്പിലാക്കി എടുത്താൽ മതി. നമുക്ക് ഏത് വലിപ്പത്തിലുള്ള ബോണ്ടയാണോ വേണ്ടത് അതിനനുസരിച്ച് കൈകൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലാണ് ഇതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വലിപ്പത്തിലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക ബോണ്ട. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എക്സ്ട്രാ മാവുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബോണ്ടയാണിത്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോട് കൂടി ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്